നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ആരംഭിക്കുകയാണ്. ഇന്നലത്തെ അതേ ടീമുകൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ടീം എ, ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ട്രിവാൻഡ്രം. ടീം ബി, അമൃത വിദ്യാലയം, ഇടപ്പള്ളി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ആത്മശത്രുവിനോടൊന്നിച്ചോ വിഷനാഗത്തോടൊന്നിച്ചോ താമസിച്ചാലും ആർക്കൊപ്പം താമസിക്കരുത് എന്നാണ് രാവണൻ പറയുന്നത്? എ, മിത്രഭാവമുള്ള ശത്രുസ്നേഹിയോടൊന്നിച്ച്. ബി, ശത്രുഭാവമില്ലാത്ത ശത്രുവിനോടൊന്നിച്ച്. സി, ശത്രുവിനായി പ്രവർത്തിക്കുന്നവരൊന്നിച്ച്. ഡി, ശത്രുപീഡിതനൊന്നിച്ച്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ, മിത്രഭാവമുള്ള ശത്രുസ്നേഹിയോടൊന്നിച്ച്. ഓപ്ഷൻ എ, മിത്രഭാവമുള്ള ശത്രുസ്നേഹിയോടൊന്നിച്ച് ലോക്ക് ചെയ്തിരിക്കുന്നു. ആരോടാണ് രാവണൻ ഇങ്ങനെ പറയണത്? വിഭീഷണനോടാണ്. അത് രാവണ വിഭീഷണ സംവാദത്തിൽ രാവണൻ പറയുന്നുണ്ട്, ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോട് അരികെ മരുവിന, ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനം മൃത്യു വരുത്തും അവനെന്ന നിർണയം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ചോദ്യം ഇതാണ്: ശത്രുക്കൾക്ക് പീഡയുണ്ടാക്കുന്ന ഏത് കർമ്മവും നിശ്ചയമായും ചെയ്യാവുന്നതാണ്. തന്റെ ഏതു കർമ്മത്തെ ന്യായീകരിച്ചു കൊണ്ടാണ് ഹനുമാനോട് ഇന്ദ്രജിത്ത് ഇങ്ങനെ പറയുന്നത്? എ, ലക്ഷ്മണ നിഗ്രഹം. ബി, മായാ സീതാവധം. സി, നികുംബിലയിലെ യാഗം. ഡി, മായാ യുദ്ധമുറകൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്താണ് മോളോ? ബി, മായാ സീതാവധം. ബി, മായാ സീതാവധം നമ്മൾ ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ചോദ്യം ഇതാണ്: കഹോളൻ ആരുടെ പിതാവാണ്? എ, ഉദ്ദാലകന്റെ. ബി, അഷ്ടാവക്രന്റെ. സി, വാരുണിയുടെ. ഡി, ഉത്തങ്കന്റെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുത്തശ്ശിയോട് ചോദിക്കാം. മുത്തശ്ശിയോട് ചോദിക്കാം. ഹലോ. ഹലോ. മുത്തശ്ശി, ഇത് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യയാണ് വിളിക്കുന്നത്. അക്ഷയുടെ മുത്തശ്ശിയാണ്. അതെ. മുത്തശ്ശിയുടെ പേര് പറഞ്ഞില്ല. അംബിക കുമാരി. അംബിക കുമാരി. അക്ഷയ് ചോദിക്കൂട്ടോ. ഞാൻ ചോദിച്ച ചോദ്യം അവർക്ക് ഉത്തരം അറിയില്ല അതിന്റെ. അപ്പൊ അവർ ചോദിക്കൂട്ടോ. മുത്തശ്ശി, കഹോളൻ ആരുടെ പിതാവാണ്? ഉദ്ദാലകന്റെ, അഷ്ടാവക്കന്റെ, വാരുണിയുടെ, ഉത്തങ്കന്റെ. അഷ്ടാവക്രന്റെ. ഉറപ്പാണോ മുത്തശ്ശി? ആണെന്നാണ് എന്റെ ഓർമ്മ. ശരി, നമ്മൾ ലോക്ക് ചെയ്യാണ്. ബി, അഷ്ടാവക്രന്റെ. നമുക്ക് നോക്കാം മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണോ? ശരിയാണ്. അയ്യോ, മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് 2 മാർക്ക് കിട്ടിയല്ലോ, എനിക്ക് ആശ്വാസം. ഓക്കെ, താങ്ക് യു മുത്തശ്ശി. ടീമേക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോട്. ചോദ്യം ഇതാണ്: തന്റെ വനവാസത്തിന്റെ 14-ാം വർഷം പൂർത്തിയാകുന്ന ദിവസം ശ്രീരാമൻ ആശ്രമത്തിലെത്തി വന്ദിച്ചത് ഏത് മുനിയെ? എ, ഭരദ്വാജനെ. ബി, അഗസ്ത്യനെ. സി, അത്രിയെ. ഡി, വിശ്വാമിത്ര മഹർഷിയെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ, ഭരദ്വാജ മഹർഷി. എ, ഭരദ്വാജ മഹർഷിയെ. ഓക്കെ, ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. നന്ദി ഗ്രാമത്തിൽ ഇറങ്ങിയ ശേഷം ശ്രീരാമൻ പുഷ്പക വിമാനത്തെ എന്തു ചെയ്തു? എ, സ്വന്തം ആവശ്യത്തിനായി നിലനിർത്തി. ബി, ലങ്കയിലേക്ക് തിരിച്ചയച്ചു. സി, സീതയ്ക്ക് സമ്മാനിച്ചു. ഡി, കുബേര ഭവനത്തിലേക്ക് മടക്കി അയച്ചു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി, കുബേര വനത്തിലേക്ക് മടക്കി അയച്ചു. കുബേര വനത്തിലേക്ക്, ഭവനത്തിലേക്ക്. ഓപ്ഷൻ ഡി, കുബേര ഭവനത്തിലേക്ക് മടക്കി അയച്ചു. ഞാൻ ലോക്ക് ചെയ്യട്ടെ. ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്.
പണ്ടു വിരിഞ്ചൻ കൊടുത്തോരു കഞ്ചുകം ഉണ്ട് അതു കൊണ്ടിവനേൽക്കില്ലായുധം. ആരെക്കുറിച്ചാണ് വായുദേവൻ അങ്ങനെ പറയുന്നത്? എ. അതികായനെ കുറിച്ച്, ബി. കുംഭനെ കുറിച്ച്, സി. കാലനേമിയെ കുറിച്ച്, ഡി. വജ്രഹനുവിനെ കുറിച്ച്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ ആദികായനെ കുറിച്ച്. എ അതികായനെ കുറിച്ച് ലോക്ക് ചെയ്യട്ടെ? ഓക്കെ, ഞാൻ ലോക്ക് ചെയ്തു. അതികായനെ കുറിച്ച്. ഉത്തരം ശരിയാണോ? രണ്ടാളും ഒരുപോലെ ആട്ടുണ്ട്. എന്നാ പിന്നെ ഓക്കെ, നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. ഇന്ന് ടീം എ നേടിയിരിക്കുന്നത് 6 മാർക്ക്, ടീം ബിയും 6 മാർക്ക്. 2 ദിവസങ്ങളിലായി ടീം എ നേടിയിരിക്കുന്നത് 10 മാർക്ക്, ടീം ബിക്ക് 13 മാർക്ക്. ഇതോടെ ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. അതിലേക്ക് കടക്കും മുൻപ് ഒരു ചെറിയ ബ്രേക്ക്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. ഇന്നലത്തെ അതേ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അക്ഷയ്, തുടങ്ങല്ലേ? താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷകാരാദിഭേദങ്ങളും 4 ഉപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതും ഒക്കെ നിരൂപിച്ച് പദ്യം പറയും അമാത്യനുണ്ടെങ്കിലോ ഭദ്രസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും. എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഇത് കുംഭകർണന്റെ നീതിവാക്യം എന്ന് പറയുന്ന യുദ്ധകാണ്ഡത്തിൻ്റെ അവസാനം അടുത്ത് വരുന്ന ഒരു സന്ദർഭത്തിൽ വരുന്നതാണ്. കുംഭകർണൻ രാവണന്റെ അനുജനാണ്. കുംഭകർണൻ ഇപ്പോൾ കുംഭകർണനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയേ രാവണന് യുദ്ധം ചെയ്യാൻ കഴിയും. കാരണം എല്ലാ ബന്ധുക്കളും മരിച്ചു പോവുകയാണ്. അവസാനം രാവണൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ രാവണന് പെട്ടെന്ന് ഓർമ്മ വന്നത് കുംഭകർണൻ്റെ മുഖമാണ്. പക്ഷെ കുംഭകർണൻ 6 മാസം ഉറങ്ങിയതിന് ശേഷമേ എണീക്കൂ. ഇപ്പോൾ 9 ദിവസം മാത്രമേ ആയുള്ളൂ. അപ്പോൾ രാവണൻ പറയുകയാണ് കുംഭകർണനെ എങ്ങനെയെങ്കിലും ഉണർത്തിയേ തീരൂ എന്ന് പറഞ്ഞ് രാവണൻ്റെ ദൂതന്മാർ കുംഭകർണനെ ഉണർത്തി രാവണൻ്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ രാവണന് ഹിതകരമായ കാര്യങ്ങൾ കുംഭകർണൻ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് കുംഭകർണന്റെ നീതിവാക്യം. രാവണന്റെ മന്ത്രിമാരെ വിമർശിക്കുകയാണ് കുംഭകർണൻ. കാലദേശ അവസ്ഥകളും നയങ്ങളും അതിൻ്റെ കാരണങ്ങളും ശത്രുക്കളുടെ വീര്യവും മിത്രങ്ങളെയും മധ്യസ്ഥരുടെ അഭിപ്രായവും അർത്ഥവും അതായത് സമ്പത്തും പൗരുഷവും സാമം ദാനം ഭേദം ദണ്ഡം എന്ന 4 ഉപായങ്ങളും 6 നയങ്ങളും സന്നിവിഗ്രഹാദി 6 നയങ്ങൾ ഇതൊക്കെ നിരൂപിച്ച് നല്ലത് പറയുന്ന മന്ത്രി ഉണ്ടെങ്കിൽ മാത്രമേ ഭദ്രസൗഖ്യം വരും. ഭദ്ര എന്ന് പറയുമ്പോൾ അവിടെ ഭർത്താവല്ല, ഭരണകർത്താവ് എന്നാണ് അവിടെ ആ വാക്കിൻ്റെ അർത്ഥം. ഭരണകർത്താവിന് സൗഖ്യം വരും, സുഖം കിട്ടും. നിന്റെ മന്ത്രിമാരൊന്നും ശരിയല്ല രാവണ, അവർ നിനക്ക് ഹിതകരമായ കാര്യങ്ങളല്ല പറഞ്ഞു തരുന്നത്, നിന്റെ നാശത്തിലോട്ടുള്ള വഴിയാണ് നിന്റെ മന്ത്രിമാർ പറഞ്ഞു തരുന്നത്. പക്ഷെ ഞാൻ നിനക്ക് ഹിതകരമായ കാര്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്ത അതേ കാര്യങ്ങൾ തന്നെ രാവണനോട് പറയുന്നു. സീതയെ നീ തിരിച്ചു കൊടുക്കണം, രാമനോട് സന്ധി ചെയ്യണം എന്നൊക്കെ. ഇവിടെ ഈ സന്ദർഭത്തിൽ കുംഭകർണൻ സ്വയം രാവണന്റെ മന്ത്രിയുടെ സ്ഥാനം ഏറ്റെടുത്ത് രാവണന്റെ നല്ലത് ഉപദേശിച്ചു കൊടുക്കുകയാണ്. നന്ദി. കഴിഞ്ഞ തവണത്തെക്കാളും ഒരു നല്ല മെച്ചം ഉണ്ടായിരുന്നു ആലാപനത്തിൽ. അതിനൊരു ഈണമൊക്കെ കൊടുക്കാൻ ശ്രമിച്ചു. അത് വളരെ ഭംഗിയായി. അതിന് പ്രത്യേകിച്ച് ഈ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അതിലിപ്പോൾ ഈണം കുറഞ്ഞാലും വേണ്ടില്ല, തെറ്റ് വന്നാലാണ് നമുക്ക് അല്ലേ അതൊരു. അപ്പോൾ അത് അർത്ഥം അറിഞ്ഞ് അതിൻ്റെ ആ സന്ദർഭവും വളരെ ഭംഗിയായിട്ട് ഒരു സാധനം നമ്മുടെ ഉള്ളിലേക്ക് ഒരു ആശയം കിടന്നാൽ അതിനെ സ്വന്തമായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവുക ഈ പ്രായത്തിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്.
വളരെ ഭംഗിയായി. ഗോപാലകൃഷ്ണൻ സർ. ഇയാൾ പറഞ്ഞത് അറിവിൻ്റെ മൂർത്തിമത് ഭാവമായിക്കൊണ്ടാണ്. ഇയാൾ തുടങ്ങിയത്ത് എന്ന് പറഞ്ഞത് പോലും ആ ധർമാർത്ഥ കാമമോക്ഷങ്ങളെക്കുറിച്ചും ബാക്കിയുള്ളതൊക്കെ പറഞ്ഞത് അറിയാമെന്ന് കേൾക്കുന്ന എല്ലാ വ്യക്തിക്കും മനസ്സിലാകത്തക്ക വിധത്തിലാണ്. നന്നായി. ഗംഭീരമായി പറഞ്ഞു. എക്സ്ട്രീംലി വെൽ. നല്ല രീതിയിൽ അത് ആർട്ടിക്കുലേറ്റ് ചെയ്തു. നമ്മൾ ഇംഗ്ലീഷിൽ ആർട്ടിക്കുലേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വൺ ഓഫ് ദി എക്സെപ്ഷണലി വെൽ എക്സ്പ്ലനേഷൻസ് ആണ്. വെരി വെൽ എക്സ്പ്ലെയിൻഡ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശ്രീകുമാർ സർ. 8 out of 10. താങ്ക് യു സർ. ഗോപാലകൃഷ്ണൻ സർ. 8 മാർക്ക്. താങ്ക് യു. ഗംഭീര പെർഫോമൻസ് കൊണ്ട് 8. താങ്ക് യു സർ. ടീം എ നേടിയിരിക്കുന്നത് 24 മാർക്കാണ്. അടുത്തത് ടീം ബിയുടെ കാവ്യമാണ്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ചൊല്ലിക്കോളൂ. നാഥന്ന കമ്പടിയായി നടന്നിടിനാർ സീതയും സുഗ്രീവ പത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായനന്തരം പിംഭേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവൻ രാമരം നക്തഞ്ജരീന്ദ്രനും ശ്വേതാദപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവ്യജനവും വീണാ. എക്സ്പ്ലെയിൻ ചെയ്തോളൂ. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ യുദ്ധകാണ്ഡത്തിലെ ശ്രീരാമ പട്ടാഭിഷേകം ഭാഗമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. തേരിലേറി ശ്രീരാമ പട്ടാഭിഷേകത്തിനായി പോവുകയാണ്. അംഗദൻ, ഹനുമാൻ, സുഗ്രീവൻ എന്നിവർ ശ്രീരാമനെ അനുഗമിക്കുന്നു. സീതയും സുഗ്രീവ പത്നിമാരും വാനര സ്ത്രീകളും ഇവർക്ക് അകമ്പടി നൽകുന്നു. ശംഖനാദവും ഗംഭീരവാദ്യഘോഷങ്ങളും ഇവിടെ മുഴങ്ങുന്നുണ്ട്. ഭരതനാണ് ശ്രീരാമന്റെ സാരഥിയായി ഇവിടെ ഉള്ളത്. ചാരുവെഞ്ചാമരം വിഭീഷണനും ചുവന്ന കൊടി ശത്രുഘ്നനും ഇവിടെ പിടിക്കുന്നുണ്ട്. ദിവ്യവ്യഞ്ജനം ലക്ഷ്മണനും ഇവിടെ വീശുന്നു. രാമായണത്തിൽ ഉടനീളം നോക്കിയാൽ അതിലെ ഏറ്റവും ആനന്ദദായകമായ മുഹൂർത്തമാണ് ഇത്. ശ്രീരാമൻ ഒരു രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്ന മുഹൂർത്തം. നമുക്കറിയാം, അമ്മ ഒരു മികച്ച ഭരണാധികാരിയെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്: ഒരു മികച്ച ഭരണം കാഴ്ചവെക്കുക എന്ന് പറയുന്നത് ഒരു തപസ്സാണ്, ഈശ്വര പൂജയാണ്. മികച്ച ഭരണാധികാരി ഉണ്ടായാൽ മികച്ച പ്രജകളുമുണ്ടാകും, മികച്ച രാജ്യമുണ്ടാകും. നന്ദി. നല്ല ഈണത്തിൽ ചൊല്ലി 2-3 സ്ഥലത്ത് ഒരു ചെറിയൊരു സേനാപരിവൃതമാരായ അനന്തരം അവിടെ ഒരു വ്യക്തത വരാനുണ്ടായത് ചൊല്ലിയപ്പം. പിന്നെ ശംഖനാദത്തോടും എന്ന് മതി, അല്ലെങ്കിൽ നാദത്തോടും എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഒരു ഇത് വരും. അതുപോലെ സോദരൻ ദിവ്യവ്യജനവും വീണാൻ, ദിവ്യവ്യജനവും എന്ന് പറയണം. അപ്പോൾ അവിടെ ചെറിയൊരു ദ്വിത്വം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദിവ്യവ്യജനം അത് വേറെ ആയിപ്പോയില്ലേ, ദിവ്യവ്യജനം എന്ന് പറയാൻ ആ വ്യായ്ക്കൊരു സ്ട്രെസ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ചൊല്ലിയത്. പറഞ്ഞതും വളരെ നന്നായിരുന്നു. ഇന്നലെ പറഞ്ഞ അതേ കമൻറ്റാണ്. ഒരേ ആശയം എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ കയറിയിട്ട് എങ്ങനെയാണ് അതിനെ വെളിയിലോട്ട് വരുന്നത് എന്നുള്ളത്. അപ്പോൾ പഠിച്ചിട്ടുണ്ട് കാര്യങ്ങൾ, അത് വെളിയിൽ വരുമ്പോൾ നമ്മുടേതാക്കണം. അതാണ് ആ ഒരു എലമെൻ്റാണ് മിസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭംഗിയായി. രാമായണത്തിലെ ഏറ്റവും ആനന്ദദായകമായ സന്തോഷ ആർദ്രമായിട്ടുള്ള ഒരു ഭാഗമാണ് വിവരിച്ചത്. പക്ഷെ ആലപിച്ചതിൽ ആ സന്തോഷം ഉണ്ടായിരുന്നു. ഒരു സന്തോഷത്തിൻ്റെ വികാരം അതിനകത്ത് കണ്ടില്ല എന്ന് എനിക്കൊരു തോന്നൽ. വളരെ അർത്ഥവത്തായ രീതിയിൽ തന്നെ ഉള്ളിൽ നിന്ന് തന്നെ രണ്ടുപേരും അവരവരുടെ പ്രയോഗം നടത്തി. നന്നായി.
ഹൈ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആണ്, എന്നാലും ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ഉണ്ട്. ഞാൻ കേട്ടതിൻ്റെ ഏതായിരിക്കും ഈ ഭാ പലപ്പോഴും മോൾക്ക് ചൊല്ലിയപ്പോൾ അടിച്ചു. ആ ഭായ്ക്ക് ഒരു ബഫർ അടിച്ചതുപോലെ എനിക്ക് തോന്നി. ആ ഭാവം നോക്കണം. രണ്ട് മോളുടെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഈ കോൺഷ്യസ് ആയി മനസ്സിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ജഡ്ജസിനോട് ഐ കോൺടാക്റ്റ് തന്നില്ല. ശ്രദ്ധിച്ചോന്നറിയില്ല, നോക്കുകയും അറിയാൻ ജഡ്ജസിനോട് ഐ കോൺടാക്റ്റേ തന്നില്ല. താഴെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കാര്യം ഐയിലൂടെ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നോക്കുന്നതിന് ഒരു തെറ്റുമില്ല, പക്ഷേ നോക്കുമ്പോൾ ഒരു ഷെയർ ഓഫ് ഐ കോൺടാക്റ്റിൻ്റെ ഡിവിഷൻ വേണം. രണ്ട് കുറച്ചുകൂടെ ഒരു ലയം വേണം. അത് ഇൻവോൾവായി പറയുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി ഒരു ഉപോൽപ്പന്നമായിട്ട് തന്നെ നമ്മൾ ലയിച്ച് ചേരുന്നതാണ്. കുറച്ചുകൂടെ ആ ലയം എക്സ്പ്ലനേഷനിൽ കൂടി വന്നാൽ നല്ലതായിരിക്കും. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശിവകുമാർ സർ 7 out of 10. നല്ല ചേഞ്ച് രണ്ടുപേരിലും ഇന്നലത്തേക്കാൾ ഇന്നുണ്ടായിട്ടുണ്ട്. 7 മാർക്ക്. കുറേ കൂടെ ഒരു ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റും ഇൻവോൾവ്മെൻറ്റും ഇതിൽ വേണം. 7 out of 10. ടീം ബി നേടിയിരിക്കുന്നത് 21 മാർക്കാണ്. ഇന്നലെയും ഇന്നുമായി ടീം എ നേടിയിരിക്കുന്നത് 43 മാർക്കാണ്. ഇന്നലെയും ഇന്നുമായി ടീം ബി നേടിയിരിക്കുന്നത് 40 മാർക്കാണ്. ആമയം പാരം നിനക്കുണ്ടു മാനസേ, പോയാലുമിന്നു ഭയപ്പെടാകേതുമേ, നീ ഇനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരുമ്പെട്ടുകൊണ്ടായ ആയോധനത്തിനു നാളെ വരേണം നീ. കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. സോദരി തന്നെ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകി ദേവിയെ ശ്രീരാമ ലക്ഷ്മണന്മാരറിയാതെ കണ്ടാരാമസീനി കൊണ്ടെന്നു വച്ചിടിനേ. രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളനിന്ദീവരദള ശ്യാമളൻ മായാ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാചാ മനസാ ഭജിക്ക നീ.
സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും രാമാവതാര സമമല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും. അമൃത വിദ്യാലയം അല്ലേ? നന്നായിരുന്നോ? പേര് പറയുമോളോ? അഖില. അഖില. പേര് പറയൂ. അനുഗ്രഹ മനോജ്. അനുഗ്രഹ. എൻ്റെ പേര് പൂർണ്ണ സോമാത്മജൻ. എൻ്റെ പേര് കാർത്തിക ജി ഗോപൻ. എൻ്റെ പേര് നിർമ്മയ ഡി പിള്ള. എൻ്റെ പേര് വർഷ ജയ്. ശരി, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സാർ. നന്നായിരുന്നു. കുംഭകർണനെ ആ ഒരു കഥകളി വേഷത്തിലൂടെ കൃത്യവേഷത്തിലൂടെ ആകാശം മുട്ട നിൽക്കുന്ന കുംഭകർണനെ ഒരു കഥകളിയിലൂടെ അവതരിപ്പിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്കൊരു ഭംഗിയാവുക. ഒരു വ്യത്യസ്തനായിട്ട് ചെയ്തു, വളരെ ഭംഗിയായി. അതിൽ ഉപയോഗിച്ച ആ പാട്ട് പാടിയ ഇതിനു വേണ്ടി എടുത്താണോ? നിങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് എടുത്തതാണല്ലേ കമ്പോസ് ചെയ്തത്? വളരെ ഭംഗിയായി. ആ പാട്ട് പാടിയ ആളുടെ ആ പെർഫോമൻസും അവരുടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസും വളരെ ഭംഗിയായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. എടുത്തു പറയാവുന്ന ദൃശ്യം ആയിരുന്നു ആ കഥകളി വേഷം. അത് ഗംഭീരമായി, അത് പെർഫെക്റ്റായി. മറ്റുള്ളവരുടെ ചടുലമായിട്ടുള്ള മൂവ്മെൻറ്റിൽ ഒരല്പം പോലും പിഴവ് സംഭവിച്ചിട്ടില്ല. എല്ലാം സമഞ്ജസമായിട്ട് തന്നെ വളരെ വളരെ ഗംഭീരമായി. വെരി ഗുഡ്. ആരാ നിങ്ങളുടെ ഡാൻസ് ടീച്ചർ? ടീച്ചർ വേദിയിലേക്ക് വരും. വളരെ നന്നായിട്ടുണ്ട്. എല്ലാ ടീമിൻ്റെ തന്നെ വളരെ ഭംഗിയായി തന്നെ ചെയ്തു. അവസാനത്തെ വിഷ്ണുവിൻ്റെ ഫോർമേഷനും ഒരുപാട് കൊഡാക് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് നല്ല ഫ്രെയിംസ് ഉണ്ടായിരുന്നു. വളരെ നന്നായി. അപ്പോൾ നമുക്ക് മാർക്സിനോട് പോകാം അല്ലേ? ശ്രീകുമാർ സാർ 15 മാർക്ക്. 16 മാർക്ക്. 16 out of 10. അമൃത വിദ്യാലയം നേടിയിരിക്കുന്നത് 47 മാർക്കാണ്. ഓൾ ദി ബെസ്റ്റ്. ഈ രാമായണ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ എലിമിനേഷൻ റൗണ്ടാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.